വെൽക്കം ടു FSK ഡിഫൻസ് അക്കാദമി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ SSC ജിയുടെ ഫിസിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് കേട്ടോ. നമ്മുടെ ടെസ്റ്റ് കാര്യങ്ങൾ എവിടേക്കാണ് സെൻറ്റർ കാര്യങ്ങളൊക്കെ വരാമെന്നുള്ളത്, എങ്ങനെയാണ് റോഡാണോ ഗ്രൗണ്ടാണോ നൽകേണ്ടത്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ്റെ വിശദീകരണമായാണ് നമ്മളിന്ന് FSK ഡിഫൻസ് അക്കാദമി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സമയം കളയാതെ നേരിട്ട് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ PET ആൻഡ് PST ആൻഡ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സെൻറ്റേഴ്സ് ആർ പബ്ലിഷ്ഡ് എന്നാണ് കേട്ടോ. PET എന്താണ്? ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, അതേപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. ഇതാണ് അല്ലേ, ഒരു എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് അല്ലേ, നമ്മൾ 5 കിലോമീറ്റർ ഓട്ടം, അതേപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഹൈറ്റ് മെഷർമെൻറ്റ്, ചെസ്റ്റ് മെഷർമെൻറ്റ്, അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അല്ലേ, നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷൻ നടത്തുന്ന അതിൻ്റെ പേര് സെൻറ്റേഴ്സ്. നമ്മളെ കേരളത്തിലെ സെൻറ്റേഴ്സ് മൊത്തത്തിൽ പബ്ലിഷ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മളെ കേരളത്തിൻ്റെ സെൻറ്റേഴ്സ് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റ് വന്നിരിക്കുന്നത് അറിയിക്കാനാണ് നമ്മളത് FSK ഡിഫൻസ് അക്കാദമി നിങ്ങൾക്കിത് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ RFID അല്ലേ, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാരണം അല്ലേ, അത് തൽക്കാലം ഈ ഫിസിക്കൽ ടെസ്റ്റ് മുതൽ ഉണ്ടാവില്ല, അടുത്ത GDയുടെ ഫിസിക്കൽ ടെസ്റ്റ് മുതലാണ് ഉണ്ടാകുക എന്നുള്ളൊരു വിവരം പാടെ നമുക്ക് ഇന്നലെ വന്ന നോട്ടിഫിക്കേഷനിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആരും പേടിക്കേണ്ടതല്ല. റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ്, അതായത് കറക്റ്റ് ടൈം മെഷർമെൻ്റ് ഒക്കെ നോക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് അത് കേട്ടോ. അത് യൂസ് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. ഓക്കെ, ആരും ഭയപ്പെടേണ്ട, കൂളായിട്ട് ഓടാൻ വെക്ക് കേട്ടോ. എല്ലാവർക്കും ഒരു യൂണിഫോം ജോലി സ്വന്തമാവും, നിങ്ങളെ അധ്വാനം വെറുതെ ആവില്ല. എല്ലാവരും കണ്ടിന്യൂ ആയിക്കാണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ SSC GDയുടെ ടെസ്റ്റ് പല ആൾക്കാരും ഗ്രൗണ്ടിൽ വെച്ചാണെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഗ്രൗണ്ടിൽ വെച്ചാണ്, പക്ഷേ അതിൽ നിന്നും മാറിയിട്ടുണ്ട്. റോഡിൽ തന്നെയാണ് ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാമെന്നാണ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. റോഡിൽ വെച്ചാണ് നമ്മളെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത് കേട്ടോ. റോഡിലൂടെ 24 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾ ക്വാളിഫൈ ആയി. ഓക്കെ, നേരത്തെ സമയം കൊണ്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല. അറ്റ്ലീസ്റ്റ് 24 മിനിറ്റിൻ്റെ ഉള്ളിൽ ക്വാളിഫൈ ചെയ്യുക എന്നതാണ് PET ടെസ്റ്റ്, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, 24 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും റോഡ് ഓടാൻ സാധിക്കട്ടെ. കമ്പാരിറ്റീവ്ലി നമുക്ക് ഗ്രൗണ്ട് ഓടുന്നതിനേക്കാളും കൂടുതൽ സുഖം റോഡാണ് അല്ലേ. ഗ്രൗണ്ടിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ തോന്നും. എന്നാൽ കമ്പാരിറ്റീവ്ലി റോഡാകുമ്പോഴോ നമുക്ക് കുറച്ച് കൂളൻറ്റും, നമുക്ക് കുറച്ച് മാക്സിമം നമ്മളെ കൊണ്ട് റോഡിലാണ് നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ കൂടുക ഗ്രൗണ്ടിലേറെ കമ്പാരിറ്റീവ്ലി കേട്ടോ. കമ്പാരിറ്റീവിലാണ് നമ്മൾ ഏകദേശം ആൾക്കാരാണത്, റോഡിലാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഗ്രൗണ്ടിലേറെ കൂടുതലായിട്ട് പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും അവരുടെ ഓട്ടം കാര്യങ്ങൾ ഫിസിക്കലൊക്കെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. പ്രാക്ടീസൊന്നും മുടക്കരുത്, കറക്റ്റ് ടൈമിൽ എല്ലാവരും പ്രാക്ടീസ് മുടക്കാതെ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും ഡേറ്റ് കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത് എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഫിസിക്കലിൻ്റെ സെൻറ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടല്ലോ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡേറ്റ് ഏകദേശം വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേട്ടോ. കറക്റ്റ് ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഓക്കെ, 24 മിനിറ്റ് കൊണ്ട് റോഡിലൂടെയൊക്കെ ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ സെൻറ്റേഴ്സ് ഇല്ലേ, എല്ലാ സെൻറ്ററും ഉണ്ട്. നമ്മളെ സെൻറ്റർ വരികയാവുന്നത് കേരള ആൻഡ് ലക്ഷദ്വീപ് അല്ലേ, കേരള ആൻഡ് ലക്ഷദ്വീപ് റീജിയൻ്റെ അണ്ടറിലാണ് നമ്മളെ SSC GD ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ കേരളത്തിലെ ആൾക്കാരും അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ ആൾക്കാരും അവിടെ കൂടിയാണ് നമ്മളെ ARO വരുന്നത്. ഓക്കെ, അവിടെ വരുന്നത് 3 അല്ലേ, CRPF പള്ളിപ്പുറമാണ് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, CRPF സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ് പള്ളിപ്പുറം, നമ്മളെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് CRPFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഒന്നാമത്തെ ടെസ്റ്റ് അവിടെ വെച്ചിരിക്കാറുണ്ടാകുക. ഓക്കെ, CRPF ഏറ്റെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ITBP ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്, നൂറനാട്, നമ്മളെ ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്ന സ്ഥലത്താണ് ഈ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആൾക്കാർ ITBP ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നമ്മളെ വലിയ തുറയിലെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. BSF വലിയ തുറ ഹെഡ് ക്വാർട്ടേഴ്സിൽ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ സെൻറ്ററായി തിരഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്ക് മൊത്തം 3 സെൻറ്ററാണുള്ളത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ സെൻറ്റർ CRPF പള്ളിപ്പുറവും, രണ്ടാമത്തെ സെൻറ്റർ ITBP നൂറനാട്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ITBP ഹെഡ് ക്വാർട്ടറും, അതേപോലെ തന്നെ ഒന്ന് തിരുവനന്തപുരത്തിലെ
BSF സെൻറ്ററും. ഇവർ 3 പേരുമാണ് നമ്മുടെ കേരളത്തിലെയും ലക്ഷദ്വീപിലെയും എക്സാമിനേഷൻ അല്ലേ, എക്സാം ക്വാളിഫിക്കേഷൻ കുട്ടികൾക്ക് വേണ്ടിയാണ്ട് ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ടെൻഡർ എടുത്ത ടീം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യട്ടോ. അറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഒരു മാസത്തിലുള്ള നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഓട്ടം കാര്യങ്ങളൊക്കെ മാക്സിമം കണ്ടിന്യൂ ചെയ്യുക. അവനവൻ്റെ മാക്സിമം എടുത്തുകൊണ്ട് കൂടെ എഫേർട്ട് എടുത്തുകൂടാ. നിങ്ങളൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങളൊരു കരിയർ തന്നെയാണ്. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി പിന്നെ മെഡിക്കലേ ഉള്ളൂ. ഈ SSCയുടെ വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ എൻഡ്യൂറൻസ് ടെസ്റ്റാണ്. 24 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ ഓടുക എന്നുള്ളൊരു എൻഡ്യൂറൻസ് ടെസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കടമ്പ. ഇത് കടന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 80% നിങ്ങൾ ഓക്കെ ആയിരുന്ന, പിന്നെ 20% മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. അതിലെല്ലാവരും ക്ലിയർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണും വരെ ഗുഡ് ബൈ.